സെലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാർ, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് ചില അവ്യക്തമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. ഇന്ത്യയുമായിട്ട് ഒരു കരാർ ഉണ്ടാകും, കാരണം നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അദ്ദേഹവുമായിട്ട് എനിക്ക് ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതേ ട്രംപ് തന്നെ പറയുന്നു, ഇന്ത്യയും അമേരിക്കയുമായിട്ട് കാലങ്ങളായിട്ടുള്ള പ്രശ്നം, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കാര്യമായി സമ്പത്തുകൾ ആർജിക്കുന്നു, പക്ഷേ തിരിച്ചൊന്നും തരുന്നില്ല. ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് 200% വരെ നികുതി ചുമത്തി, അതുകൊണ്ട് അത് വിൽക്കാൻ പറ്റിയില്ല. പകരം ഹാർലി ഡേവിഡ്സന് ഇന്ത്യയിൽ വന്ന് സ്വന്തമായ ഫാക്ടറി തുറക്കേണ്ടി വന്നു. എന്നാൽ ഇന്ത്യൻ നിർമ്മിത ബൈക്കുകൾ അമേരിക്കയിൽ നികുതി രഹിതമായി വിറ്റുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് ഞാൻ അന്ത്യം കുറിച്ചു. അങ്ങനെ ഇന്ത്യ മൂലം ഞങ്ങളിപ്പോൾ ധാരാളം പണം ഉണ്ടാക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. ഇതേ ട്രംപ് തന്നെയാണ് 2 ദിവസം മുമ്പ് ഒരു വിവാദമായ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന് കോടതി വിലക്കുണ്ടെങ്കിൽ പോലും ഇന്ത്യ അടക്കമുള്ള 54 രാജ്യങ്ങൾക്കെതിരെ നിർമ്മാണ മേഖലയിൽ നിർബന്ധിത തൊഴിലെടുക്കുന്നു എന്ന കാരണം പറഞ്ഞ് 12.5% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി മുഴക്കിയത്. നമ്മൾ ഏതാണ്ട് 1 വർഷത്തിലധികമായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വൈകിയ വേളയിലെങ്കിലും ആ കരാർ ഉടനടി സാധ്യമാകും എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ, അതോ ഇങ്ങനെ നീണ്ടു പോകുമോ? അത് ഈ കഴിഞ്ഞ ജൂൺ മാസം ആദ്യം US-ന്റെ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോ ആ ചർച്ച ഇങ്ങനെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ പിഴച്ചുങ്കൊക്കെ ചുമത്തിയിരുന്ന സമയത്ത് പോലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്നു. ഇന്ത്യ അതനുസരിച്ചിട്ട് കുറെ വിട്ടുവീഴ്ചകൾ ധാരാളം ചെയ്തു. അതിനിടയിലാണ് ഇപ്പൊ അമേരിക്കയുടെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി. അതിനെ തുടർന്നിട്ട് ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും 10% നികുതിയാണ്. അതിനിടയിലാണ് ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം പ്രേംലാൽ പറഞ്ഞതുപോലെ ഈ ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളത് ഉന്നയിച്ചുകൊണ്ട് ഈ നിർബന്ധിതമായിട്ട് ആൾക്കാരെ തൊഴിലെടുപ്പിക്കുന്നു, അതേപോലെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിന്റെയൊക്കെ പേരിൽ ആ സെക്ടറിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 12% ചുമത്താനായിട്ടുള്ള അഡീഷണൽ തീരുമാനപ്പെടുത്തിയിരിക്കും. അത് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായിട്ട് ബാധിക്കുന്ന സാധനം, വിശേഷം നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ. അപ്പൊ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഉദ്ദേശിച്ചുള്ള സംഗതിയാണ്. പിന്നെ മൂപ്പരെയും മോഡി സുഹൃത്താണ് അങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ മോഡിക്കെതിരെയുള്ള നിലപാടുകൾ പറയുമ്പോഴും മോഡി പറഞ്ഞതിന് ഇപ്പൊ ഓപ്പറേഷന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇന്ത്യക്ക് അസുഖകരമായ ചില കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ വാക്കിനെ ഇപ്പോൾ ലോകത്തിൽ ആരും തന്നെ കണക്കിലെടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും ട്രംപിന്റെ വാക്ക് വില കൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അത്ര ഒരു സാഹചര്യം. പക്ഷെ ഈ US-ഇന്ത്യ ട്രേഡ് ഡീൽ എന്ന് പറയുന്ന സംഗതി ഇപ്പൊ നമുക്ക് തന്നെ ചില വിഷയങ്ങളിൽ ഭയങ്കര ആശങ്കയുള്ള വിഷയങ്ങൾ നമ്മൾ ഇപ്പോഴും സംബന്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ സോയാബീൻ ഓയിൽ ഇറക്കുമതി, അപ്പൊ അതിനുള്ള തീരുവ ഒഴിവാക്കാനായിട്ട് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കർഷകരെ, നമ്മൾ ഈ എഡിബിൾ ഓയിലിന്റെ 60% മാത്രമേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അത് ഈ സോയാബീൻ ഇറക്കുമതി തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഈ കടുകെണ്ണ ഉത്പാദകരെയും അതോടൊപ്പം തന്നെ ഈ കപ്പലണ്ടി, ഈ നിലക്കടല ഇങ്ങനെ കൃഷിക്കാരെയൊക്കെ സാരമായി ബാധിക്കുന്ന സംഗതിയാണ്. കാരണം എന്ന് വെച്ചാല് ഇത് സോയാബീൻ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാവും. അതാണ് ഇത്തരം കർഷകരുടെ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് ഈ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഉപജീവനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കൃഷികളാണ്. അപ്പൊ അതിനെ ജനിതക പരിവർത്തനം വരുത്തിയ ഇനങ്ങളാണെന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ഈ കൃഷി ചെയ്യുന്നത് പോലും, കർഷകർ ചെയ്യുന്നത് പോലും ഇവരുടെ വിത്തുകളും ഇവരുടെ പെസ്റ്റിസൈഡ്സും ഇവരുടെ വളവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ മണ്ണിനെ ഒക്കെ ബാധിക്കുന്നുണ്ട് സാധനം. അപ്പൊ അത് ഇന്ത്യയിലെ കർഷകരുടെ ഇടയിലും ഭയങ്കര ആശങ്കയുണ്ട്. അതേപോലെ തന്നെ ഈ ഹാർലി ഡേവിഡ്സന്റെ ഒക്കെ സംഗതി ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ വില കൂടിയ ബൈക്കുകളൊക്കെ തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് മാത്രമല്ല, ഈ വരുന്ന 5 വർഷത്തിനിടയിൽ $500 ബില്യൺ ഇറക്കുമതി ഈ ടെക്നോളജി പ്രോഡക്ട്സ്, അതായത് അതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ ആയുധങ്ങൾ വരുന്നുണ്ട്, പിന്നെ എയർക്രാഫ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലുള്ള ഡിജിറ്റൽ മേഖലയിലുള്ള സംഗതികളുടെ ഇമ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ $500 ബില്യൺ
ഇറക്കുമതി വരുന്ന 5 വർഷത്തിനകം ഇറക്കുമതി ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലും വളരെ വലിയ വിവാദങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയൊരു ആവശ്യമാണ് യുഎസിനെ പോലുള്ള ഒരു രാജ്യവുമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിർത്തുക എന്നുള്ളത്. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് വളരെയധികം ഒരു ആഘാതമുണ്ടാകും. കാരണം നമ്മുടെ വലിയൊരു തോത് കയറ്റുമതി നടത്തിക്കൊണ്ടിരുന്നത് അമേരിക്കയിലേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ നേരിടുന്ന മറ്റേ ഈ തൊഴിൽപരമായ പ്രൊഫഷൻ, ഇപ്പം H1 വിസയുടെ എന്താണ് അതിന്റെ H1 അല്ലല്ലോ, നമ്മുടെ H1B വിസയുടെ B1 വിസ പോലും അതിനുപോലും ഈ പറഞ്ഞ ഭീമമായ തുകയാണ് ഇപ്പൊ ഈടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നയങ്ങൾ ഇപ്പൊ അമേരിക്ക എടുക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക ഇപ്പം ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പം ബൈക്കൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കുന്നുണ്ടാവും. അതും പക്ഷെ ഉണ്ടാകുന്നത് ഇന്ത്യക്കാരായ എഞ്ചിനീയേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അത് ട്രംപ് മറന്നു പോവുകയാണ്. ഇപ്പൊ അവിടെ പോലെ ഡൊമസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ 35 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, അമേരിക്കയുടെ GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2%. അതേ സമയത്ത് ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയുടെ, കാരണം കഴിഞ്ഞ 35 വർഷം അവർ ചൈനയ്ക്ക് തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു. അതൊരു ഫാക്റ്റാണ്. അപ്പൊ ചൈനയുടെ ആ സമയത്ത് ആ ഒരു GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 6 മുതൽ 7% വരെയാണ് അവരുടെ GDP ഗ്രോത്ത്. ഇപ്പോഴും അമേരിക്കയുടെ മൊത്തത്തിലുള്ള GDP ഗ്രോത്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഡൊമസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയൊക്കെ ട്രംപ് കൊണ്ടുവരുന്നു. പക്ഷെ അത് അത്ര പ്രായോഗികമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതിനുള്ള സാങ്കേതിക വിദഗ്ധർ ഇല്ല. വിദേശികൾ, വിശേഷിച്ച് ഇന്ത്യക്കാരെ പോലുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ പുതിയ നയങ്ങളെല്ലാം തന്നെ അതിന് വിഘാതമായി നിൽക്കുന്ന സംഗതികളാണ്. വിശേഷിച്ചും ഈ AI ഒക്കെ വന്നതോടുകൂടി അവര് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ട്രംപ് ഉദ്ദേശിക്കുന്നത് വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്ക് H1B വിസ കൊടുക്കാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്, ഈ തദ്ദേശീയരായ സാങ്കേതിക വിദഗ്ധരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അത് അമേരിക്കയ്ക്കും ആവശ്യമാണ്. കാര്യം അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ തന്നെ. അപ്പൊ അത് ലഭ്യമല്ലാതെ വരികയും ലഭ്യമാകുന്നതിന് ഭീമമായ വില വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ മൊത്തം വിലക്കയറ്റത്തിനകത്ത് ഈ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന അമേരിക്കൻ ജനതയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ആ ഒരു ചർച്ച ഇപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ജൂൺ ആദ്യം തന്നെ US-ന്റെ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവിടെയും ഈ സംഭാഷണം അവർക്ക് കൂടുതൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അതുപോലെ ഡയറി, പോൾട്രി, മീറ്റ്, ഈ 3 സാധനങ്ങൾക്കകത്ത് ഈ മീറ്റിനകത്തൊക്കെ ഭയങ്കരമായിട്ട് അമേരിക്ക വളരെ വാശി പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ 3 മേഖലയും ഒരു കാരണവശാലും തുറന്നു കൊടുക്കില്ല. അതായത് ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ ആണെങ്കിലും, അതേപോലെ ഈ പക്ഷികളുടെ പോൾട്രി മേഖലയാണെങ്കിലും, പിന്നെ മാംസത്തിന്റെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ചിട്ട് വളരെയധികം നമ്മുടെ നട്ടെല്ലാണ്. അപ്പൊ അത് ഒരു കാരണവശാലും തുറന്നു കൊടുക്കാനുള്ള സാധ്യതയില്ല. ഈ 3 സംഗതികളെയാണ് ഇന്ത്യ. പക്ഷേ സാർ, ഇതിൽ ഈ ട്രേഡ് ഡിബേറ്റ് ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു സാഹചര്യം പെട്ടെന്ന് മാറിയല്ലോ. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഒരു യുദ്ധം തുടങ്ങി, വലിയ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോയി. അപ്പോൾ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ അമേരിക്ക ഒരു ഊർജ്ജ കരാർ, ഇന്ത്യ ആവശ്യപ്പെടുന്ന അത്രയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്ക തരാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്ക ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിലുള്ള വ്യാപാര കമ്മി, ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്നും അധികമൊന്നും വാങ്ങുന്നില്ല എന്നുള്ളതാണല്ലോ ആശങ്ക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഊർജ്ജ കരാർ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു കമ്മി പരിഹരിക്കപ്പെടുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഒരു കരാർ ഉണ്ടാകാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഒരു വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പെൺകാളി പറഞ്ഞ ഈ എനർജി $500 ബില്യൺ നമ്മൾ ആൾറെഡി സമ്മതിച്ചിട്ടുള്ള സംഗതിയാണ്. നമ്മൾ വരുന്ന 5 കൊല്ലത്തിനിടയിൽ $500 ബില്യൺ എനർജി, ടെക്നോളജി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇറക്കുമതി ചെയ്യാവുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഉള്ള ഒരു വലിയൊരു തടസ്സം എന്ന് പറയുന്നത്, അമേരിക്ക ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ചൈനയെ പരസ്യമായിട്ട് ഏതാണ്ട് ഒരു ശത്രുതാ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് ട്രംപ് ചൈനയിലൊക്കെ പോയിട്ട്
ഞാനും ഷീയും തമ്മിൽ ഈ പറഞ്ഞ പോലെ വളരെ വലിയ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചൈനയിലെ ട്രംപിന്റെ സന്ദർശനം, അതായത് അമേരിക്ക മുഴുവൻ കൂടെ അങ്ങോട്ട് അവിടുത്തെ സകല വ്യാപാരികളും വ്യവസായികളും അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിലെ ഉന്നതരെല്ലാവരും കൂടെ ആണ്, സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ചൈനയിൽ സന്ദർശനം എടുത്തത്. പക്ഷെ അത് വളരെ പരാജയമായിരുന്നു. മാത്രമല്ല, തായ്വാന്റെ വിഷയത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും ചൈന തയ്യാറായില്ല. അപ്പൊ ആ ഒരു വലിയ പരാജയം ഉണ്ടായിരുന്നു. ആ പരാജയം ചൈനയിലേക്ക് നടത്തിയ പിന്നെ പരാജിതമായ ആ ഒരു സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തില് ഈ 2 ദിവസത്തേക്കുമുള്ള ഏഷ്യ സമ്മിറ്റിലാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈന ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കും. അപ്പൊ നമ്മുടെ ട്രേഡ് ഡീലിലും അവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ജൂൺ ആദ്യം വന്ന ട്രേഡ് റെപ്രസെന്റേറ്റീവ് മീറ്റിംഗിലും അവർ ഏറ്റവും കൂടുതൽ പിന്നെ ഊന്നൽ കൊടുത്തത് നോൺ മാർക്കറ്റ് പോളിസി ഇന്റർവെൻഷൻസ് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അതായത് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങള്, അത് ഈ നോൺ മാർക്കറ്റ് പോളിസി എന്ന് പറയുന്ന സംഗതി, അതായത് ഇപ്പൊ ചൈന ഇപ്പൊ അവിടെ വളരെയധികം സബ്സിഡി കൊടുത്ത്, അതേപോലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചീപ്പായിട്ട് ലാൻഡ് അവിടുത്തെ ആൾക്കാർക്ക് ലഭ്യമാക്കി വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിവിടുക, ഇന്ത്യയിലേക്ക് കടത്തിവിടുക. അങ്ങനെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചൈനയായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയും. അപ്പൊ ഇതിനാണ് നോൺ മാർക്കറ്റ് പോളിസി എന്ന് പറയുന്നത്. ഈ നോൺ മാർക്കറ്റ് പോളിസി വിഷയത്തിലാണ് ഇപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയിൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ചൈനയെ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ വളരെയധികം നമ്മൾ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ അതിർത്തി സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് വളരെയധികം കൂടുതൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്കും വ്യാപാര ബന്ധങ്ങൾ കൂടുതലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നോൺ മാർക്കറ്റ് പോളിസി സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. ഒരു പക്ഷേ ഈ ട്രേഡ് ഡീൽ അമേരിക്കയിൽ നിന്ന് എന്തെല്ലാം വാങ്ങാം, എന്തെല്ലാം അവിടെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യാം, ഈ താരിഫിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഏറ്റവും വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് തടയുന്നതിന് ആവശ്യമായ നിയമങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഈ നോൺ മാർക്കറ്റ് പോളിസി. അപ്പൊ ഈ ലോജിസ്റ്റിക്സിന്റെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ എല്ലാ ഈ ഇത്തരത്തിലുള്ള ചൈനയുടെ ഈ പറഞ്ഞ പ്രെഡേറ്ററി, അതായത് മറ്റുള്ള ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള വ്യവസായികൾ അല്ലെങ്കിൽ ഉൽപാദനശാലകളെയും ഉൽപ്പന്ന രാജ്യങ്ങളെയും ഇല്ലാതാക്കുന്ന വിധമുള്ള ആ ഒരു ചൈനയുടെ നയത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അതായത് അമേരിക്കയുടെ ആന്റി ചൈന പോളിസിയുടെ ഒരു ഭാഗം ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീലില് ഒരു മുഖ്യ വിഷയമാക്കാൻ അവർ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അത് ചൈനയുടെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ രീതിയിൽ വികസിക്കാനുള്ള ഒരു റീസൺ പോലും, കാരണം പോലും ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു വലിയ മാർക്കറ്റാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇവിടെ ഉത്സവത്തിനൊക്കെ നമ്മളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എത്ര എണ്ണമാണ് ചൈന ഉൽപ്പന്നങ്ങളെന്ന് ആലോചിച്ചു. നമ്മൾ പാത്രം കഴുകാൻ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തേങ്ങ കൊണ്ടതിന്റെ ചകിരിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ നമ്മൾ ആ ചകിരി ഉപയോഗിക്കുന്നില്ല, മറിച്ച് ചൈനയിൽ നിന്ന് കടത്തി വയ്ക്കുന്ന സ്ക്രബ്ബറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോൺ മാർക്കറ്റ് പോളിസി, അത് സംബന്ധിച്ചൊരു വലിയ ചർച്ചയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കീറാമുട്ടിയായിട്ട് ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ നിൽക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ചൈനയുടെ വിപണിയുടെ വ്യാപ്തി കുറയ്ക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ഇതിൻ്റെ കൂട്ടുക, അതിന് ഇന്ത്യ ഉപയോഗിക്കുക. ഇതാണ് അമേരിക്കയുടെ താല്പര്യം എന്ന് വെച്ചാൽ അവരുടെ താല്പര്യം തന്നെയാണല്ലോ എപ്പോഴും മുമ്പിൽ. നമുക്ക് നമ്മുടെ താല്പര്യം പോലെ തന്നെ സ്വാഭാവികമായിട്ട് അമേരിക്കയുടേതായിട്ടുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ടാവും, അവരുടെ പിന്നെ ആഭ്യന്തര വിപണിയെ വികസിപ്പിക്കുന്നതിനുള്ള താല്പര്യങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയമായി നോൺ മാർക്കറ്റ് പോളിസിയാണ് ഇപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീലില് ഏറ്റവും വലിയൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നതാണ് തോന്നുന്നത്. എങ്കിലും താമസിയാതെ ഡീലിലേക്ക് പോകുന്ന സാധ്യതയാണ് കാണുന്നത്. കാര്യം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പോലും നമുക്കറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ ഈ സാബു ജേക്കബിന്റെ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, കിറ്റെക്സ് ഒക്കെ. അപ്പൊ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. അതുപോലെ എത്രയോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, നമ്മുടെ തിരുപ്പൂർ, അഹമ്മദാബാദ്, ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വലിയൊരു മേഖലയാണ്.
അപ്പൊ ആ ഒരു മേഖലയൊക്കെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമേരിക്കയോടുള്ള കയറ്റുമതി വളരെ ആവശ്യം. അപ്പൊ രണ്ടായാലും നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് സാർ, ഈ ആദ്യം നികുതി ചുമത്തിയപ്പോൾ 25% വന്നു, പിന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ 25%, അങ്ങനെ മൊത്തം 50%. പിന്നീട് പ്രധാനമന്ത്രിയും ട്രംപുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ അത് ഏതാണ്ട് 18% കുറവ് ചെയ്തു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലുള്ള 25% റദ്ദാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ 18% നിൽക്കുന്നു എന്നല്ലാണ്ട്, പിന്നെ അമേരിക്കയിൽ കോടതി ഇടപെടലൊക്കെ ഉണ്ടായത് മറ്റൊരു കഥ. പിന്നീട് കാര്യമായി മുൻപോട്ട് പോയിട്ടില്ല. ഈ ചർച്ചകൾ മാത്രം പുരോഗമിക്കുന്നു. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? കാരണം ഒരു ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ചോദ്യം നന്നായി. അതായത് ഈ US ഇന്ത്യ ട്രേഡ് ഡീലിലെ ഒരു മുഖ്യ വിഷയമായിട്ട് അവർ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നത് പരിമിതപ്പെടുത്തണം, അതല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഈ ട്രേഡ് ഡീൽ അവർ വയ്ക്കുന്നു. അത് നമുക്ക് വലിയ കെണിയാണ്. അത് നമ്മളുടെ അതിപ്പോ ഈ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് പോലെ നമ്മളുടെ ആ ഒരു നമ്മുടെ സോവറിനിറ്റിയൊക്കെ, സ്വയംഭരണത്വത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതും ഒരു മുഖ്യ വിഷയമായിട്ട്, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് എന്നുള്ളൊരു ഉപാധി കൂടി ഇവര് ഈ ട്രേഡ് ഡീലിന്റെ ഭാഗമാക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ചൈനയും അവർ ഉദ്ദേശിക്കുന്നുണ്ട്, റഷ്യയും ഉദ്ദേശിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇന്ത്യ എന്ന വലിയ മാർക്കറ്റിന് അമേരിക്കയ്ക്കും വേണം. അതേ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് അതേ സമയം രണ്ട് രാജ്യങ്ങളെയും, ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും സാമ്പത്തികമായിട്ട് ഞെരുക്കുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സംഗതി കൂടി ഈ ഇന്ത്യ-US ട്രേഡ് ഡീലിൽ പ്രവർത്തിക്കുന്നു. അതെന്തായാലും വളരെ ചോദ്യം ഞാൻ മറന്നുപോയതാണ് പറയാൻ. ശരി, നന്ദി സാർ.